എന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ നയിച്ചത് ഒരു യൂറിഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമാണ്. 10-16 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പ്രയാസം. നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് കിഡ്നി സ്റ്റോൺ കാരണമായിരുന്നു. എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10-16 വർഷക്കാലമായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ആ ചികിത്സകളൊന്നും തന്നെ എനിക്ക് ഏറ്റുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ സമയബന്ധിതമായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പേര് നൂർഷ, വയനാട് ജില്ലയിലെ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ, കോളേജ് കഴിഞ്ഞ ഉടനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ജോലികൾ, എന്താ പറയാ, ഓരോ കമ്പനികളിൽ നിന്നും കമ്പനികളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ആദ്യം ന്യൂജ്യോതി പബ്ലിക്കേഷൻ എന്ന പുസ്തക കമ്പനിയിലേക്ക് കയറി പാലക്കാട്. അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കേബിളിലേക്ക്, അതായത് പിന്നെ ന്യൂസ് റീഡറായിട്ടും അവതാരകനായിട്ടും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് വോഡഫോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ മാനേജറായിട്ട് എറണാകുളത്തേക്ക് കയറി. അങ്ങനെ ഒരുപാട് കമ്പനികളിൽ നിന്ന് സാർ ഇതെന്താ നിങ്ങളല്ലേ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് പുസ്തക കമ്പനിയിൽ നിന്ന് വോഡഫോണിലേക്കും അതിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്കും ഒക്കെ മാറുന്നു? പിന്നെ ഞാനൊരു സിംഗറാണ്, സ്റ്റേജ് പെർഫോമറാണ്. സ്റ്റേജ് പെർഫോമർ എന്ന് പറയുമ്പോൾ ഒരു അവതാരകനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫറാണ്, ഡ്രൈവറാണ്. ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തിരുന്നു. അതിനു മുമ്പ് ഞാൻ പശുവിനെയൊക്കെ നോക്കിയിരുന്നു. നന്നായി പശുവിനെ പാല് കറക്കും, അതുപോലെ തന്നെ കറ്റയേറ്റും, അതുപോലെ കാപ്പി പറിക്കും, കുരുമുളക് പറിക്കും, ഇഞ്ചി നടും, ചാണകം വാരും. സാധാരണക്കാരായ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പണികളും ചെയ്തു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഫാദർ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചതും. അന്നത്തെ ഒരു കാർഷിക വീട് ഉണ്ടാകുന്ന പണികളും ജോലികളൊക്കെ അറിയാലോ. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടിയ ഈ ജോലിക്ക് പോയത് കാരണം സാലറി കുറച്ച് കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ കാരണം ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം അവിടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങോട്ട് മാറും. ഒരു 2000-3000 കൂടുതൽ സാലറി കിട്ടുമ്പോൾ അങ്ങോട്ട് മാറും. അപ്പൊ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോൾ വേറൊരു കമ്പനി വിളിക്കുന്നു, നിനക്ക് ഞാൻ ഇത്ര രൂപ സാലറി കൂടുതൽ തരാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറും. അങ്ങനെ ഒരു സാലറി കൂടുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാറുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നതും നിങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ്. എന്നാൽ ചിലപ്പോ നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ആ ജോലി സ്ഥലത്തുള്ള കറങ്ങുന്ന കസേരയും AC റൂമും കാര്യങ്ങളൊക്കെ കംഫർട്ടായിരിക്കും. പക്ഷെ എന്നാൽ പോകുന്ന സ്ഥലത്ത് അത്ര നേരം ഓഫീസിൽ ഇരിക്കേണ്ടി വരില്ല, അധിക സമയം പുറത്തായിരിക്കണം. പക്ഷെ എന്നാലും ഇതിനേക്കാൾ ഒരു 10,000 രൂപ കൂടുതൽ അവിടെ കിട്ടുമെങ്കിൽ ഈ കറങ്ങുന്ന കസേരയും നോക്കി ആരും ഇരിക്കാറില്ല. ഓടുന്ന വണ്ടി നോക്കിയിട്ട് ഓടിച്ചാടി കയറി പോകും. ഇതൊരു കേവല മലയാളിയുടെ എന്നല്ല, ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു, എന്താ പറയാ, സാമാന്യ പ്രവർത്തനമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ജോലിയിൽ നിന്ന് ജോലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ 10 വർഷങ്ങൾക്ക് മുന്നേ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് എനിക്ക് പോകാനൊരു അവസരം കിട്ടി. അവിടെ ചെന്ന് അവിടെ എനിക്ക് നല്ലൊരു ജോബ് കിട്ടി. ജോബ് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വിങ്ങിൽ മാനേജർ ആയിരുന്നു. അപ്പോ അവിടെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതുവരെ എനിക്ക് അവിടെ പല ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഷോപ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം ഞാൻ അവിടെ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് വിങ്ങിൽ മാനേജറായി. അപ്പോ അങ്ങനെ ആ പത്രത്തിൽ വർക്ക്, നല്ല സാലറി ആയിരുന്നു. ഖത്തറിലുള്ളവർക്കറിയാം സാലറി എന്ന് പറയുന്നത് ഏകദേശം 14,000 റിയാൽ സാലറി എനിക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഇവിടുത്തെ ഒരു 3 ലക്ഷം രൂപ. അതിന്റെ കൂട്ടത്തിൽ എന്റെ വൈഫ് ടീച്ചറായിരുന്നു. വൈഫിനെയും കുട്ടികളെയൊക്കെ ഞാൻ ഖത്തറിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്നെ കേൾക്കുന്നവർക്ക് അറിയാം, അവിടെ മിഡ്മാക് റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന്റെ അടുത്തൊരു ഭവൻസ് സ്കൂളുണ്ട്. ആ സ്കൂളിലെ ടീച്ചറായിരുന്നു എന്റെ വൈഫ്. വൈഫിനും ഉണ്ടായിരുന്നു ഏകദേശം 4,000 റിയാല്. പിന്നെ അതിനുശേഷം അവിടെ വീക്കെൻഡുകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ഈ വിദേശത്ത് സ്വാഭാവികമായിട്ട് മലയാളി അസോസിയേഷനും കമ്പനി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേദികൾ, സ്റ്റേജ് പ്രോഗ്രാമുകൾ എനിക്ക് പാട്ട് പാടാനും അതുപോലെ തന്നെ അവതാരകനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള പല പരിപാടികൾക്കും ശബ്ദങ്ങൾ കൊടുക്കുക, പരസ്യത്തിന് ശബ്ദം കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട്, എന്താ പറയാ, പിന്നണി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് പോവുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ജോബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ എൻ്റെ വീട് കൂടൽ നടന്നത്. വീട് കൂടൽ നടക്കുന്ന സമയത്ത് പണ്ട് എൻ്റെ കൂടെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള, ഇന്ന് ഈ കമ്പനിയിലെ NTC നാഷണൽ ടീം കോർഡിനേറ്ററുള്ള ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി, ഇന്ന് അദ്ദേഹം NTC, അന്ന് അദ്ദേഹം ഒരു TC അല്ല, ഒന്നുമല്ല. അന്ന് അദ്ദേഹം ബൈക്കുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് നൂർഷ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന്. ഏകദേശം ഒരു 10-16 വർഷം ഞാൻ ചാനലിലുള്ള സമയത്ത് അന്ന് മണി ചെയിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കേരളത്തിൽ ഈ ഒരു രീതിയിലുള്ള ബിസിനസ്സിന് വളരെ ശക്തമായ പ്രശ്നങ്ങളും എന്താ പറയാ, പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഞാൻ ചാനലിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മണി ചെയിനെതിരെയും ഒരുപാട് വാർത്തകൾ വായിക്കുകയും ഡിബേറ്റ്സുകൾ നടത്തുകയൊക്കെ ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു.
അന്നത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. പൂർണ്ണമായിട്ട് ഒരാളും എന്നെ പഠിപ്പിക്കേണ്ടിയിട്ടായിരുന്നില്ല. ആ അറിവ് കൊണ്ട് തന്നെ ഞാൻ ഷെമീറിനോട് പറഞ്ഞു, ഇത് വെറും തട്ടിപ്പാണ്, ഇത് എവിടെയും നടക്കൂല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ അറിവ് എന്തായിരിക്കുമെന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കിയ അറിവ് എന്ന് പറയുന്നത് ഒരാളെ പിടിക്കുന്ന പരിപാടിയാണ്, ഇതൊരു ചങ്ങലയാണ്, ചെയിനാണ്, മണി ചെയിനാണെന്നൊക്കെയാണ്. പക്ഷെ വീണ്ടും ഈ ഷമീർ സാറിന്റെ നിരന്തരമായ ഇടപെടലുകളും എന്നോടുള്ള എന്താ പറയാ കമ്മ്യൂണിക്കേഷനുമാണ് ഇതൊരു തട്ടിപ്പല്ല, തട്ടിപ്പുള്ള കമ്പനികൾ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കമ്പനിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെന്നെ മുന്നിൽ നടത്തിയ ചാലക ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നല്ല. ആദ്യമായിട്ട് എന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ നയിച്ചത് ഒരു യൂറിഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമാണ്. 10-16 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പ്രയാസം. നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് കിഡ്നി സ്റ്റോൺ കാരണമായിരുന്നു. ഈ കിഡ്നി സ്റ്റോൺ കാരണം ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ വേദനയുടെ ഡെസിമലൊക്കെ ഞാനിവിടെ പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞാൻ പലവട്ടവും ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിന് പറയുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ അതിന് പറയുന്ന ഒരു അളവ് എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പൊ ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ അതിന്റെ വേദന വന്നു കഴിഞ്ഞാല് അത് മാറാൻ വേണ്ടി ഞാൻ കരയും. ചെറിയ കുട്ടികൾ കരയും പോലെ ഞാൻ കരയും. 2 കാലിന്റെ മുട്ടും നെഞ്ചത്ത് വട്ടം പിടിച്ച് ഞാൻ ഇനി ചെമ്മീൻ ചുരുണ്ട് കിടക്കുന്ന പോലെ കിടക്കും. കടന്നു കഴിഞ്ഞിട്ട് ഞാൻ കരയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ അയ്യൂബ് സാറ് വന്നിട്ട് പറയാണ്, പക്ഷെ നിന്റെ വേദന ഞാൻ മാറ്റി, നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കും എന്ത് വേണമെന്ന്. അപ്പൊ സാറ് പറയാണ്, നിന്റെ വീട് സ്ഥലം എന്റെ പേരിലേക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാല് സാറേ ഇതാ ഞാൻ അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. ഈ വയസ്സിന്റെ ഈ കണ്ട കാലം അത്രയും ഞാൻ അധ്വാനിച്ച് എന്റെ സ്വത്ത് മൊത്തം ഞാൻ ഒപ്പിട്ട് കൊടുക്കും എന്ന് പറയണമെങ്കിൽ ആ വേദനയുടെ വലിപ്പം എന്താണ്? ഇതിനകത്ത് കിഡ്നി സ്റ്റോണിന്റെ വേദന അനുഭവിച്ച ആളുകൾ ഉണ്ടാകാം. എനിക്കിപ്പോ പറയാനുള്ളത് അങ്ങനത്തെ വേദന ഇനി ദൈവം തമ്പുരാന് പടച്ചവൻ ആർക്കും കൊടുക്കല്ലേ എന്ന് മാത്രമാണ്. കാരണം അതിന്റെ വേദനമായി അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ ആംബുലൻസിലിട്ട് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകുമ്പോ വേദനയുടെ കടുപ്പം കൊണ്ട് കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഒമ്നി വാനായിരുന്നു അന്നത്തെ ആംബുലൻസ്, മേലോട്ടേക്ക് ഇടിച്ചിട്ട് ഈ ആംബുലൻസിന്റെ സീലിങ് ഇങ്ങനെ ബെൻഡാവുകയല്ല, ആ ഇടി കൊണ്ട് അവിടെ ചെറിയൊരു ചതവും വളവൊക്കെ ഒമ്നിയുടെ സീലിങ്ങിന് ഉണ്ടാവുക എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്റെ വേദന എത്ര ഉണ്ടാവുന്നത്. എന്നിട്ട് കല്ലിന്റെ വേദനയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോൾ കൈയുടെ ഈ മുഷ്ടിക്ക് വേദന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വേദന കുറയാൻ വേണ്ടി കൈയുടെ വേദന അപ്പൊ അത് അന്ന് ചെറുതായിരുന്നു. ഈ കല്ലിന്റെ വേദന മാറിക്കഴിഞ്ഞാൽ കൈയിന്റെ വേദന അവിടെ ബാക്കി ഉണ്ടാവും. അപ്പോ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഗ്രില്ല് പിടിച്ച് വലിക്കുക, കട്ടിലിന്റെ കമ്പി പിടിച്ച് വളയ്ക്കുക, ഗ്ലൂക്കോസിന്റെ കമ്പി എടുത്ത് നിലത്തടിക്കുക, ഇങ്ങനെയുള്ള എന്താ പറയാ പ്രത്യേകതകളൊക്കെ കിഡ്നി സ്റ്റോൺ അതിന്റെ വേദന വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്താണ് യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ ഉൽപ്പന്നം പരിചയപ്പെടുകയും അതുമായിട്ട് ഞാൻ ഖത്തറിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഖത്തറിലേക്ക് പോകുമ്പോൾ എനിക്ക് ഷമീർ തന്ന ആ ഒരു ഉൽപ്പന്നം എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10-16 വർഷക്കാലമായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ആ ചികിത്സകളൊന്നും തന്നെ എനിക്ക് ഏറ്റുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും വേദന വരും, ചികിത്സയ്ക്ക് മാറും പോകും, ഇങ്ങനെയാണ്. ആ സമയത്താണ് ഷമീർ തന്ന ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത്. ഖത്തറിൽ പോയിട്ട് കൊറോണ വന്ന സമയത്ത് എല്ലാവരും കൂട്ടിക്കെട്ടി വീട്ടിലിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, അടുക്കളയിൽ ഇരുന്ന ആള് ബെഡ്റൂമിലേക്ക് വരരുത്, ബെഡ്റൂമിൽ ഇരുന്ന ആള് മുറ്റത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള രീതിയിൽ ക്വാറന്റൈൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിനകത്ത് പോലും ക്വാറന്റൈൻ വന്നൊരു സമയം ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അനുഭവിച്ചവരാണല്ലോ. അങ്ങനെ വീടും നാടും മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും എല്ലാം പൂട്ടിക്കെട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അതുപോലെ തന്നെ വീട്ടിൽ അവിടെ റൂമിലായിരുന്നു. ആ റൂമിലിരിക്കുന്ന സമയത്ത് എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്, ഇനി അടുത്തൊരു 1-1.5 മാസം കഴിഞ്ഞാൽ നോമ്പ് വരാൻ പോവാണ്. ഈ നോമ്പ് വന്നു കഴിഞ്ഞാൽ എന്റെ കിഡ്നി സ്റ്റോണിന്റെ വേദന അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും? ആ സമയത്താണ് ഞാൻ ഷമീർ മുഹമ്മദിനെ വിളിക്കുന്നത്. ഷമീർ മുഹമ്മദ് വിചാരിച്ചത് ഞാൻ ഈ സാധനമൊക്കെ കഴിച്ചു എന്നാണ്. കാരണം ഇത് ഒരു ചുവന്ന ബോട്ടിലാണല്ലോ, എടുത്തു കഴിഞ്ഞിട്ട് ഇവർ എന്ത് രീതിയിലാണ് ഇത് തന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. അപ്പോ ഞാനിത് കുടിക്കാൻ നേരത്ത് മറ്റേ എന്റെ വൈഫ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അതിനുശേഷം ഇത് സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ എന്റെ വൈഫ് പറഞ്ഞിരുന്നു, അല്ല മനുഷ്യ ഇതൊന്നും ഷമീർ തന്നിട്ട് കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ, എന്താ കാര്യം, നിങ്ങൾക്ക് ഇത് കുടിച്ചില്ലെങ്കിൽ കൊല്ലം കല്ലേ പോകുള്ളൂ.
ഇതെങ്ങാനും കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടക്കം പോയാല് പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ പോയാ പിന്നെ ഞമ്മക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്നെ അവള് ഡിമോട്ടീവ് ചെയ്തിരുന്നു. സത്യമായിട്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഈ സാധനം ഞാൻ കഴിച്ചു. ഈ കഴിച്ച് 1.5 മാസം കഴിഞ്ഞ് നോമ്പ് തുടങ്ങി. എല്ലാ വർഷവും നോമ്പ് ഒരു 10-15 അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വേദന തുടങ്ങും. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ചത്തെ നോമ്പൊന്നും ഉണ്ടാവില്ല. പ്രശ്നമാണ്. നോമ്പിന് മാത്രമേ വേദന ഉള്ളൂ. അങ്ങനെ ഈ സാധനം കഴിച്ചിട്ട് അതിനുശേഷമുള്ള കൊറോണ സമയത്തുള്ള ഒരു നോമ്പുണ്ട്. ഞാൻ അന്ന് ഖത്തറില. ആ നോമ്പ് 1 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, ടെൻഷനായിരുന്നു. 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു മുഴുവൻ നോമ്പും എടുക്കാൻ പറ്റിയുള്ള ഒരു റമദാൻ എനിക്ക് സമ്മാനിച്ച ഒരു ഉൽപ്പന്നമായിരുന്നു ഏത്, ഈ യൂറി ഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നം. ഭയങ്കരമായ സന്തോഷമായി. ഭയങ്കരമായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആ സമയത്ത് എനിക്ക് എങ്ങനെ ഈ കല്ലിന്റെ വേദന ഇല്ലാതെ മുന്നോട്ട് വന്നിട്ടുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങളോട് പറഞ്ഞാൽ അറിയണമെങ്കിൽ വേദന മാറാൻ വേണ്ടി ഞാൻ ഒപ്പിടാൻ എടുത്ത ആധാരത്തിന്റെ വാല്യൂ ആയിട്ട് നിങ്ങൾ കൺവേർട്ട് എന്താ കണക്ട് ചെയ്താൽ മതി, ആ സന്തോഷത്തിന്റെ വാല്യൂ അറിയണമെങ്കിൽ. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മറ്റു കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലായത്. എനിക്ക് മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്രം തീരൂല, കുറെ നേരം ഒഴിക്കണം. ഈ കല്ലിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധനങ്ങളാ. അത് കഴിഞ്ഞാൽ പിന്നെയോ ഈ നന്നായിട്ട് മൂത്രമൊഴിക്കാൻ ഫീൽ ചെയ്ത് പോയിരുന്ന് മൂത്രമൊഴിക്കാൻ നേരത്ത് മൂത്രം പോവില്ല, ഭയങ്കര വേദനിച്ച് നിൽക്കും. പിന്നെ ഒന്ന് എഴുന്നേറ്റ് കുറച്ച് നടക്കുക ഇരിക്കുക എന്തെങ്കിലുമൊക്കെ വേണം. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നമാണ്, നമ്മൾ മൂത്രമൊക്കെ കഴിച്ച് കംഫർട്ടായ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോരും. പോന്ന് ഒരു 2 അടി ഒരു 4 അടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രോളിലല്ലാതെ അറിയാതെ കുറച്ച് മൂത്രം പോകും. ഇതൊക്കെ എന്റെ മാത്രം പ്രശ്നമല്ല, ഈ കല്ലിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ അനുഭവിക്കുന്ന പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ്. പ്രിയരെ പറയട്ടെ, അതിനുശേഷം എനിക്ക് ഇന്ന് വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഞാനും നമ്മളെ ഈ പ്രത്യേകിച്ച് വാഹനത്തിലൊക്കെ നമ്മൾ ആണുങ്ങൾ പോവുകയാണെങ്കിൽ ആ റോഡ് സൈഡിലൊക്കെ നിർത്തി ഞാനൊന്ന് മൂത്രച്ചിട്ട് വരട്ടെ പറഞ്ഞ കാരണം ഇറങ്ങി കഴിഞ്ഞാല് ഡ്രൈവർ അടക്കം ബാക്കിയുള്ള എല്ലാം വലവാലയെ ഇറങ്ങും. ഒരാൾ മൂത്രമൊഴിച്ചാൽ എല്ലാവർക്കും മൂത്രം ഉണ്ടാവും. അതൊരു കേവല മലയാളികളുടെ ഒരു സ്വഭാവമാണ്. എവിടെ നിങ്ങൾ പമ്പ് പോയിട്ട് നിങ്ങൾ ഇപ്പൊ 4 ആള് പമ്പ് പോയിട്ട് ഞാൻ മൂത്രമൊഴിച്ച് വരട്ടെ വെറുതെ പോയോക്കിയാ എല്ലാരും വരും, എനിക്കുണ്ട് എന്ന്. അത് എന്തോ ഒരു കണക്ഷനാ. അപ്പൊ അതുപോലെ നമ്മൾ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ച് എല്ലാരും വണ്ടിയിൽ വന്ന് കയറിയാലും ഞാൻ ഇങ്ങനെ മറ്റേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ട് കണ്ട്. ആ സിനിമയിൽ എന്തോ ഒരു കോമഡി വന്നപ്പോ ഇങ്ങനെ എല്ലാരും ചിരിച്ചിട്ട് മാറി നിന്നപ്പോൾ ഒറ്റക്ക് ഒരു ചങ്ങായി അങ്ങ് ദൂരെ പോയിരുന്നു ചിരിക്കുന്നത്, ശ്രീനിവാസൻ. അതേപോലെ ഒരുത്തൻ മാത്രം ഉണ്ടാവും അങ്ങ് ദൂരെ നിന്ന് മൂത്രമൊഴിക്കുന്നത്. അതേപോലത്തെ അവസ്ഥയായിരുന്നു കിഡ്നി സ്റ്റോണായിട്ട് ബന്ധപ്പെട്ട്. ചുരുക്കി പറഞ്ഞാല് ഈ യൂറി ഫ്ലഷ് കാരണം പ്രശ്നങ്ങൾ മാറിയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. 1-2 വർഷമായി. 2 വർഷമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ ഒരു ബൈക്കിൽ പ്ലാൻ കേൾപ്പിക്കാൻ വന്ന ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ വരുന്നത് ഏകദേശം 16 ലക്ഷം രൂപ വില വരുന്ന ഒരു ക്രെറ്റ കാറുമായിട്ട്, ബ്രാൻഡ് ന്യൂ കാറുമായിട്ടാണ് എന്നെ കാണാൻ വരുന്നത്. ആ മാറ്റം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അന്ന് ഒരു ക്വാറന്റൈൻ സമയത്ത് ഞാൻ 7 ദിവസം ഈ നിങ്ങളോട് ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ റൂമിൽ നിന്ന് ഞാൻ വലിയൊരു വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം എന്റെ വീടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,14,00,000 രൂപ വില വരുന്നൊരു വീടാണ് ഞാൻ വെച്ചത്. കാരണം ഖത്തറിലുള്ള ജോലിയും സാലറിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വീടൊക്കെ വെക്കാലോ. അപ്പൊ ആയതുകൊണ്ട് അൽഹംദുലില്ലാ അത് വലിയൊരു നിയമത്തെ അനുഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ വീടൊക്കെ വെച്ചത് ഇപ്പൊ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ റൂമിലായിരുന്നു ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നത്, വീടിന്റെ മുകളിലാണ്. ക്വാറന്റൈനിൽ നിന്ന് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി ഒരു 7 ദിവസം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ പൊതുവെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ശീലാണല്ലോ ഒന്ന് പുറത്തു പോകുക എന്നുള്ളത്, എന്ത് ക്വാറന്റൈൻ ആയാലും എന്ത് ലോക്ക്ഡൌൺ ആയാലും. ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾ ലോക്ക്ഡൌൺ സമയത്ത് കണ്ടിട്ടുണ്ടോ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ട് പറഞ്ഞ കയ്യും കാലൊക്കെ കെട്ടി ആംബുലൻസ് കെട്ടി പോകുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു സമയം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയൽവക്കക്കാർ ഇങ്ങനെ ഏന്തി നോക്കും. 100 പുറത്തിറങ്ങുന്ന പോലീസിനെ വിളിച്ച് പറയാന്. അന്ന് ഈ പുറത്തിറങ്ങുന്നവരെ പോലീസിനെ പിടിപ്പിക്കുക എന്നൊരു ഹരായിരുന്നല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഗൾഫുകാരെ ദൂരന്ന് വന്നവരെ. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോ ഇനി ഞാൻ പുറത്തിറങ്ങി എന്ന് ഔദ്യോഗികമായി നാട്ടുകാരെ തെളിയിക്കണമെങ്കിൽ ഒന്ന് വെറുതെ മാസ്ക് ഇട്ട് പുറത്തു പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫിന്റെ സ്കൂട്ടി എടുത്ത് ഒരൊറ്റ പോക്കാ വെറുതെ. അന്ന് ഈ സത്യവാങ്മൂലം എഴുതണം. സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഞാൻ എഴുതി, എന്റെ പേര് നൂർഷ, ഞാൻ കമ്പളക്കാട് ഇന്ന സ്ഥലത്ത് നിന്നും ഇറങ്ങുന്നു, 10:30 ഇറങ്ങുന്നു, കൽപ്പറ്റയിലേക്ക് പോകുന്നു, കുട്ടികൾക്ക് പുസ്തകം വാങ്ങുവാൻ വേണ്ടി ഞാൻ പോകുന്നു, കൽപ്പറ്റയിലെത്തും, അവിടുന്ന് 11 മണിക്ക് തിരിച്ച് വീട്ടിലെത്തും. ഇങ്ങനെയുള്ള അന്ന് സത്യവാങ്മൂലം എഴുതിയിട്ടില്ല നിങ്ങൾ പലവരും. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതണം, എന്നാലേ പോലീസ് കാണിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ അത് ഒരു നുണയായിരുന്നു ഞാൻ എഴുതിയത്.
കാരണം എനിക്കത് വെറുതെ കൽപ്പറ്റ വരെ പോയി പോയി വരിക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ബത്തേരിയും മാന്തോരിയും തിരുവനന്തപുരം കൈനാട്ടി. കൽപ്പറ്റയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് പോലീസ് കൈ കാണിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ വലിയ ഗമയിൽ ഇറങ്ങി വന്നിട്ട് ഈ സാധനം കാണിച്ചു. പുസ്തകം ഇങ്ങനെ അത് നോക്കിയിട്ട് SI അവിടുത്തെ ഇവര് പറഞ്ഞു, അല്ല നിങ്ങൾ പുസ്തകം വാങ്ങുക, ആ ഈ കോളേജും സ്കൂളും ഒക്കെ പൂട്ടിയിട്ട് എല്ലാവരും പൂട്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പോക്കിരിത്തരാ കാണിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ഇല്ലാത്തൊരു പുസ്തകം വാങ്ങാൻ എങ്ങോട്ടാ ഇപ്പൊ എന്തിനാ പുസ്തകം വെച്ചു? ചോദ്യം വളരെ ശരിയായതുകൊണ്ടും ന്യായമായതുകൊണ്ടും ഞാൻ പറഞ്ഞു, സാറേ ഞാന് ഈ കളിക്ക് ഞാൻ പോയിക്കൊള്ളാറ്. വണ്ടിയെ കൊണ്ട് മാറ്റിയിടാൻ പറഞ്ഞു. വണ്ടി പിടിച്ചിടാൻ പറഞ്ഞു. അന്ന് വണ്ടിയൊക്കെ CC ചെയ്യുന്ന സമയം, വണ്ടി പിടിച്ച് പിന്നെ ഇതാക്കുന്ന സമയം. അന്ന് മുഖ്യമന്ത്രി വാർത്ത വായിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എല്ലാ ദിവസവും അരമണിക്കൂർ മുഖ്യമന്ത്രി ഒന്ന് ശരിക്കും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്ത വായിച്ചൊരു സമയമായിരുന്നു. അതായത് കൊറോണ കാലഘട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സമയത്ത് വണ്ടി ഒന്നും ഓടരുന്ന് പറഞ്ഞ് കർശന നിയമമുള്ള സമയത്ത് എന്നെ പിടിച്ച് മാറ്റിയിട്ടു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ ഈ വണ്ടി പിടിച്ച മാറ്റിയിട്ട കാര്യം എന്തിനാ ഈ മീറ്റിങ്ങിന് ഇത്രയും വിലപ്പെട്ട സമയത്ത് ഇങ്ങനെ പറയുന്നതെന്ന്? ആ മാറ്റിയിട്ടതാണ് എന്റെ ചിന്ത മാറ്റിയത്. അങ്ങനെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാനില്ല, ഞാൻ ഈ കളിക്കല്, ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് അന്നൊരു മാങ്ങ സമയമായിരുന്നു, നല്ല പഴുത്ത മാങ്ങകൾ ഉള്ള സമയമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് മെയിൻ റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള മാങ്ങ ഇങ്ങനെ റോഡിലൊക്കെ വീണിട്ട് പൊട്ടിക്കിടക്കുന്നു. അപ്പൊ പൊട്ടാത്ത മാങ്ങയൊക്കെ പെറുക്കി ഞാൻ എന്റെ സ്കൂട്ടിയുടെ സീറ്റ് പൊക്കിയിട്ട് അതിനകത്തൊക്കെ ഇങ്ങനെ ഇടുന്നു. ഒരു ലോഡ് മാങ്ങയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഒന്നാ പാപം തിന്നാ തീർന്നല്ലോ, പെറുക്കിയ മാങ്ങ തിന്നുന്നതിന് പരിധിയുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് തിന്നാണ്. ചെരുപ്പൊക്കെ അഴിച്ചു വെക്കുന്ന നമ്മുടെ വരാന്തയുള്ള സ്റ്റെപ്പിന് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. റോഡ് സൈഡിൽ എന്റെ വീട്. അവിടെ ഇരുന്നിട്ട് ഈ മാങ്ങയൊക്കെ എടുത്ത് അരഞ്ചും കുറിഞ്ചും തിന്നോട് അടുത്തുള്ള അയൽവക്കക്കാരെയൊക്കെ അറിയിച്ച് ഒച്ചവിളി മാങ്ങ വേണോന്നൊക്കെ ചോദിച്ച് ഭയങ്കര സംഭവം സീനാക്കിയിട്ട് കഴിക്കുമല്ലോ. ഒന്നാമത് ഇപ്പൊ എന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഞാനിങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങി കഴിഞ്ഞാല് ജഗ പുകയാക്കിയിട്ടാ സംസാരിക്കാം. അങ്ങനെ ഈ മാങ്ങയൊക്കെ തിന്നോണ്ടിരിക്കുമ്പോൾ ഗേറ്റിന് മുമ്പിൽ ഒരാൾ ഹോണടിക്കുന്നു. ഹോണടിച്ച് ഞാൻ തുറന്നു നോക്കുമ്പോ ആരാ, ഒരു ക്രെറ്റ കാറിൽ നമ്മുടെ ഷമീർ മുഹമ്മദ് വന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ചോദിച്ച ചോദ്യം, അല്ല ഷമീറെ ഈ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? 2 ചോദ്യം ചോദിച്ചേ. ഞാൻ ക്വാറന്റൈനിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഈ എങ്ങനെയാ അറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, എങ്ങനെ ഞാൻ ഇറങ്ങിയത് അറിഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചിട്ടില്ല, ഇവ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത്, നിങ്ങള് നാട്ടിലേക്ക് വരുമ്പോ പോസ്റ്റർ എടുത്തിട്ട് ഫേസ്ബുക്കിൽ തള്ളുമ്പോ ആലോചിക്കണേന്ന് പറഞ്ഞേ. ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ട പോസ്റ്റർ ഇവിടെ എണ്ണി കുത്തിരിക്കാന്നേ. ഈ നാട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ 7 ദിവസമായി വന്നേ. കറക്റ്റായി 7ാമത്തെ ദിവസമായി വന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അല്ല ഇങ്ങോട്ട് വരുമ്പോ ഈ സത്യവാങ്മൂലം കാണിക്കണമല്ലോ, ഈ സത്യവാങ്മൂലം എന്താ എഴുതിയതെന്ന് കാണിച്ചേ. എന്നെ അങ്ങോട്ട് വിട്ടിട്ടില്ലല്ലോ, നിന്നെ എങ്ങനെ ഇങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എന്നോട് ഷമീർ സാർ പറഞ്ഞു, സത്യവാങ്മൂലം കാണിക്കണ്ട, എനിക്ക് എന്റെ കയ്യില് എന്താ പറയാ, ഒരു സെക്കൻഡ് ഞാനിപ്പോ കാണിച്ചു തരാം. ഞാൻ വെറുതെ തമാശ പറയല്ല. സത്യവാങ്മൂലം ഇത് എനിക്ക് സത്യവാങ്മൂലം കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചെന്നു. ഞാൻ ഇത് കാണിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഇത് കണ്ടോ നിങ്ങള്? ഇതെന്താ കാണുന്നത്? ഇയാളുടെ കഴുത്തുള്ള MI ലൈഫിന്റെ എംബ്ലം ഉള്ള ഈ ടാഗ് എടുത്ത് കാണിച്ചത്. എനിക്കിത് കാണിച്ചു തന്നു പോവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെങ്ങനെയാന്ന്. ഞാനേ ഇവിടെ കൊറോണ വന്നിട്ട് എല്ലാവരും ചുമച്ച് പണ്ടാരടക്കി നിൽക്കുന്ന സമയത്ത് എന്താ പറയാ, കഫ്നിലും കവചപ്രാശും ഇതെല്ലാം കൊടുക്കുന്ന പണിയാണ്. ഇതൊക്കെ ആയുഷ് പ്രീമിയത്തിന്റെ അംഗീകാരമുള്ള പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക. ആഹാ, അപ്പൊ നമ്മുടെ സത്യവാങ്മൂലത്തെക്കാൾ വാല്യൂ ഉള്ള ഒരു എംബ്ലം ഉള്ള ഒരു കമ്പനിയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഈ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു വിഷനും കാഴ്ചപ്പാടും വലുപ്പവും ഒക്കെ. ഇവിടെ മലബാർ ഗോൾഡിന്റെ മാനേജർ അബൂക്കറിനെ പിടിച്ചിട്ടുക വണ്ടി, ഇവിടെ യെസ് ഭാരതിലേക്ക് പോകുന്ന ആളുകളെ പിടിച്ചിട്ടുക, മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും പോകുന്നവരെ പിടിച്ചിട്ടപ്പോ ഈ മൈലൈഫിന്റെ കാർഡുള്ളവനെ പുറത്ത് വിട്ടുക. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി അതിലപ്പുറത്തേക്ക് ഇനി അതിന്റെ ഒരു നിയമവ്യവസ്ഥയിൽ ഈ കമ്പനിക്കുള്ള അംഗീകാരം വേറെന്താ വേണ്ടേ? ഇതാണ് എന്നെ ആദ്യം ചിന്തിപ്പിച്ചത്. അതിനുശേഷം ഷമീർ സാർ പറഞ്ഞു, ഇതിൽ നല്ല വരുമാനം ഉണ്ടാക്കാം. എങ്ങനെ? ഇതിനൊരു സിസ്റ്റം ഉണ്ട്, ഇതിനൊരു പ്ലാനിങ് ഉണ്ട്, ഇതിന് വ്യക്തമായൊരു ചിത്രമുണ്ട്. അത് നീ മനസ്സിലാക്കാണ് നിനക്ക് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാന്ന് പറഞ്ഞു. അങ്ങനെ സലീം ഈ ഷമീർ സാറിന്റെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രി പഠിക്കാൻ ഇറങ്ങി. ഇതിനകത്ത് 2,16,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ ഞാൻ നേരിട്ട് കണ്ടു. അങ്ങനെ എൻ്റെ ഒരു സന്തോഷം. ഞാന് പിന്നെ ആ സമയത്ത് ഷമീർ അതിനു മുമ്പ് ഫസ്റ്റത്തെ ദിവസം അതിന് മുന്നേ കാരണം ഈ പ്രൊഡക്റ്റ് തന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ആ പടം എന്റെ കമ്പ്യൂട്ടറിൽ എവിടെയോ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനതൊരു സമയത്ത് ഞാനത് കാണിക്കും. അന്ന് പിന്നെ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് അന്ന് എർട്ടിക്ക കാർ ഉണ്ടായിരുന്നു.
പുതിയ വണ്ടി. ആ സമയത്ത് എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മാനന്തവാടി ഭാഗത്ത് ഒരു മരണം നടന്നിരുന്നു. നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മരണം നടന്നിരുന്നു. അപ്പൊ ആ മരണ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബെൽനി സാറിന്റെ കൂടെയുള്ള കുറച്ച് അസോസിയേറ്റ്സും പോയിട്ട് തിരിച്ചു വരുമ്പോ എന്നോട് ഷമീർ സാർ പറഞ്ഞു, നിന്നെ കാണാനും ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ട്, നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കൊറോണയ്ക്ക് മുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഫ്ലാഷ് ബാക്ക് ആണ് ഒന്നുകൂടി പറയാൻ. ആ സമയത്ത് ആരാന്ന് വെച്ചു, ഒരു ബെൽനി എന്ന് പറഞ്ഞ ആളുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് ബെൽനി ആയാലും വീട്ടിലേക്ക് വരണ്ട മോനെ, ഇങ്ങനെ തട്ടിപ്പ് പരിപാടിയായിട്ടൊന്നും ഇങ്ങോട്ട് കയറാന്ന് ഒരാളും ഞാൻ അങ്ങോട്ട് കയറ്റാന്ന് പറഞ്ഞു. അതില്ല, ഞാൻ എന്തായാലും വരും, നീ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, ഞാൻ കൽപ്പറ്റ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ, വീട്ടിൽ നിന്ന് ഞാൻ വേഗം കുളിച്ച് മാറ്റി കൽപ്പറ്റ പോയി നിൽക്കുക. ഇവര് വീട്ടിലേക്ക് വരണ്ട, വന്നു കഴിഞ്ഞാല് എന്റെ വീട് കണ്ട പിന്നെ ഈ വെല്ലിയും പേരൊക്കെ പിന്നെയും വന്നോണ്ട് കൂരെ. അപ്പൊ വീട് കാണിക്കാണ്ടിരിക്കാൻ ബുദ്ധി എന്ന് വെച്ചിട്ട് ഞാൻ കൽപ്പറ്റ പോയി. അപ്പൊ എന്റെ സാറ് വരുന്നുണ്ട്, പിന്നെ നീ കാണണം പറഞ്ഞപ്പോ ഞാൻ വെച്ച് എന്നാ പിന്നെ ഈ സാറിന്റെ പൂജ അങ്ങ് മാറ്റി കൊടുക്കാം. അന്ന് ഷമീർ സ്റ്റാർ ആവുന്നുള്ളൂ. സിൽവർ എന്ന് പറയുന്നത് 20,000 BV എങ്ങാണ്ട് മാച്ച് ചെയ്ത സമയത്താണ് എന്നോട് വന്ന് പറയുന്നത്. തുടക്കത്തില് ഫസ്റ്റ് എന്നോടാ വന്ന് പറയുന്നത് ആ ഒരു സമയത്ത്. അപ്പോ ഞാൻ അവനെ മാനസികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ബെല്ലിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താക്കി, എന്നാ ശരി നമുക്ക് പോയേക്കാം, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. കൈനാട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വയനാട്, ദേവി ടെക്സ്റ്റൈൽസ്. ഞാൻ അതിന്റെ മുമ്പിലേക്ക് വരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഈ ഷമീറിനെയും ഈ ബെൽനി സാറിനെയും, ഇന്ന് എനിക്ക് ബെൽനി സാറ്, അന്ന് എനിക്ക് ബെൽനി കേട്ടോ, ഈ ബെൽനിയെയും ഒക്കെ ഒന്ന് ഞെട്ടിക്കാരെന്ന് കരുതി ഞാൻ എന്റെ പുതിയ എർട്ടിക്ക കാറൊക്കെ എടുത്ത് കയ്യിൽ വലിയൊരു വാച്ചൊക്കെ കെട്ടി, അന്ന് എന്റെ കയ്യിലുള്ള ഫോണൊക്കെ എടുത്തിട്ട് വെള്ളമുണ്ട് ഇതൊക്കെ ഇട്ടിട്ട്, ഇന്ന് ഇവരെ ഒരു വലിയ എർട്ടിക്കൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഉള്ള ഒരാളോട് പിന്നെ അതിൽ വലിയ കഥ പറയണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവരൊക്കെ ഒന്ന് വായടുപ്പിക്കാൻ വേണ്ടി ഞാൻ എർട്ടിക്കൊക്കെ എടുത്തിനൊക്കെ ഇറക്കി തിരിച്ച് ഞാൻ അവരുടെ മുമ്പിലേക്ക് പോയി നിർത്തി. പറഞ്ഞ സ്ഥലത്തുണ്ട് അവര് നിൽക്കുന്നത്. എവിടെന്ന് വെച്ച് അങ്ങനെ നോക്കുമ്പോ ഒരു വൈകുന്നേര സമയാ, അങ്ങനെ കുറച്ച് ദൂരം നോക്കുമ്പോണ്ട് ഒരു വണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ആ വണ്ടിയുടെ ഗ്രില്ലിന്റെ മുകളിൽ ഒരു 5 വട്ടം, മനസ്സിലായോ, ഗ്രില്ലിന്റെ മുമ്പിൽ ഒരു 5 വട്ടം. വണ്ടി അതെന്നറിയോ, ഓടി. എന്റെ എർട്ടിക്കയും പോയി, എന്റെ വാച്ചും പോയി, എന്റെ കാറും പോയി, എന്റെ എല്ലാ കിളിയും പോയി. ഇവരെ ഞാൻ ഇനി എങ്ങനെ തോപ്പിക്കൂ പടച്ചോനെന്ന് വിളിക്കുകയും ചെയ്തിട്ട് അവിടെ ചെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇനിയിപ്പോ എന്താ ഞാൻ പറയാ. അവിടെ ചെന്നപ്പോൾ ഒരു തടിച്ച മനുഷ്യനുള്ളിൽ ഇങ്ങനെ ഇറങ്ങിയത് നോക്കുമ്പോ ബെല്ലി സാറാ. നൂർഷ എന്താ ഞാൻ പേട്ടി എന്തൊക്കെ ഉണ്ട് നൂർഷ സാറേ വർത്താനോ പറഞ്ഞു. നല്ല വർത്താനോ, ഒന്നും പറയാനില്ലല്ലോ, ഞാൻ തോപ്പിക്കാൻ പോയതല്ലേ, നമുക്കൊന്നും വർത്താൻ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമീർ സാറ് ചാടി വീഴുന്നു, മറ്റും മറിഞ്ഞു വീഴുന്നു. അപ്പൊ ബെല്ലി സാറിന്റെ കൂടെയുള്ള അന്നത്തെ ശിങ്കിടികൾ എന്ന് ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ ആരൊക്കെയെന്ന് പേര് ഞാൻ പറയട്ടെ. ഇപ്പൊ അന്ന് TC റാങ്കിലുള്ള പ്രജീഷ് കാവില്, അന്ന് DTC ആയിട്ടുള്ള സുബീഷ് മണ്ണില്, ധനീഷ് മാധവൻ, ബൈജു സാമ്, ഇത്ര ആൾക്കാരുണ്ട് ഈ ഓടി നടന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ ഇപ്പോഴത്തെ സന്തോഷം എന്താണെന്നറിയോ, അന്ന് ഞാൻ കണ്ട സമയത്ത് ഈ ബ്രോൺസും ATCയും DTC ആയ മഹാന്മാരും മനുഷ്യന്മാരൊക്കെ ഇന്ന് CTC ആ. അതാണ് എന്നെ ഇപ്പൊ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം. ഒരു നാള് നമ്മളും ഇതുപോലെ 2,10,000 രൂപ വാങ്ങുന്ന പൊസിഷനിലേക്ക് വരും എന്നുള്ളത് എന്റെ അന്നത്തെ ആ മൊമെന്റ് ഞാൻ നിങ്ങളോട് ക്ലബ് ചെയ്യാണ്. അപ്പോ ഇനി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുക. ആരാണോ പ്രവർത്തിക്കുന്നത് അവൻ ദിനം പ്രതി വിജയിച്ചുകൊണ്ടിരിക്കും. ആരാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ദിനം പ്രതി വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ആരാണോ പ്രവർത്തിക്കുന്നത് അവൻ വിജയിച്ചുകൊണ്ടിരിക്കും. ആരാണോ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രവർത്തിക്കണോ അതോ ചിന്തിച്ചു നിൽക്കണോ. പ്രവർത്തിക്കണം. ബോൺ ടു വിൻ എന്നാണ് പറഞ്ഞത്. ജയിക്കാനായി ജനിച്ചവൻ. ബെല്ലി സാറ് പറഞ്ഞൊരു സെഷനിലെ ഒരു കഥയ്ക്ക് ഓർമ്മയുണ്ട്. ജയിക്കാനായി ജനിച്ചവനാണ്, പക്ഷേ ജനിക്കുന്നതിന് മുന്നേ ജയിച്ചവരാണ് അത്ര നമ്മള്. നിങ്ങൾ കേട്ട സംഭവമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞ് ജന്മം കൊള്ളുന്നത് എന്താ പറയാ, അണ്ടവും ബീജവും തമ്മിലുള്ള സങ്കലനത്തിലാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിലുള്ള അണ്ടത്തിലേക്ക് കോടാനുകോടി ബീജങ്ങളുള്ള ക്രോമസോമുകളുടെ ഒരു കൂട്ടയോട്ടമുണ്ടത്രേ. കോടാനുകോടി ബീജങ്ങളുടെ ക്രോമസോമുകളുടെ കൂട്ടയോട്ടം നടക്കുമ്പോ
അതിൽ ഏതോ ഒരു സൂക്ഷ്മ കണിക മാത്രം ഈ അണ്ഡവുമായി യോജിച്ചിട്ടാണ് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ പാകമാകുന്നത്. ഈ കോടാനുകോടിയുള്ള ഓട്ട മത്സരത്തിൽ ആദ്യം ഓടി മറ്റുള്ളവരെല്ലാവരും തോപ്പിച്ച് എത്തിയ ആളാണ് ഈ സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും. അവൻ ജനിക്കുന്നതിന് മുന്നേ ഓടി ജയിച്ചവനാ. അവനാണ് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണത്. അപ്പോ ആ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ 2 വർഷം വരെ ഉമ്മ നോക്കണം, അമ്മ നോക്കണം. അവനൊന്ന് എടുത്ത് കിടത്തണം, അവനെ എന്താ പറയാ പാല് കൊടുക്കണം, കരഞ്ഞാ പാല് കൊടുക്കണം. മുഖത്ത് വീണ അസ്വസ്ഥമായ ഒരു തുണി പോലും മാറ്റി വെക്കാനുള്ള കഴിവോ അറിവോ ആരോഗ്യമോ ഇല്ലാത്ത ആളാണ് മനുഷ്യൻ. എന്നാ മൃഗങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാലോ, ഒരാട് പ്രസവിച്ചു കഴിഞ്ഞാല്, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുഞ്ഞിന് എത്ര ഇരുട്ടത്തായാലും ഏത് വലിയ ചാണകക്കുഴിയിലായാലും ആ അമ്മ ആ കുഞ്ഞിന് അതിന്റെ അകിട് നിന്നും പാല് ചുരത്തി കൊടുത്ത് ആ കുഞ്ഞിനെ ഒരാളും പിടിച്ച് അകിട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് പ്രകൃതിയുടെ വലിയൊരു നിയമമാണ്. ഇവിടെയാണ് നമ്മുടെ മനുഷ്യന്മാർക്ക് വേണ്ടത് പ്ലാനിങ് ആണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവിടെ തന്നെ കാണിച്ചു തരികയാണ്. മനുഷ്യന് പ്ലാനിങ് ഇല്ലാതെ ആസൂത്രണം ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രകൃതി നിയമത്തിന്റെ തെളിവ് ദൈവം തമ്പുരാൻ പടച്ചോ നമുക്ക് അവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ വിജയിക്കണമെങ്കിൽ പ്ലാനിങ് അത്യാവശ്യമാണ്. പ്ലാനിങ് അത്യാവശ്യമാണ്. 10ാം ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു കടമ്പ കടക്കാൻ ഈ കുട്ടിയെ കൊണ്ടുപോയി ചേർത്തേണ്ടത് എവിടെയാ? ഈ കുട്ടിയെ LKGയിലും UKGയിലും 1ാം ക്ലാസ്സിലും കൊണ്ടുപോയി ചേർത്തുന്നത് ഒരിക്കലും ആ ക്ലാസ്സുകൾ പാസ്സാവാനല്ല. ആ കുട്ടിയെ 10ാം ക്ലാസ് എന്ന് പറയുന്ന ആ ക്ലാസ് അല്ലെങ്കിൽ SSLC എന്ന് പറയുന്ന വലിയ ഒരു കടമ്പ പാസ്സാക്കാൻ വേണ്ടിയാണ് ഈ കുട്ടിയെ LKG UKG ഒക്കെ കൊണ്ടുപോയി പാസ്സാക്കുന്നത്. ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും നമ്മൾ ആ സമയത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിറങ്ങിയ വൈസ് ചാൻസലർമാരെയും അവിടെയുള്ള പ്രൊഫസർമാരെയും ആദരിക്കുകയും എന്റെ ടീച്ചറാണ്, എന്റെ മിസ്സാണ്, എന്റെ മാഡം ആണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഗുരു എന്ന് വിളിച്ച് ഒരു പൊരുത്തം വാങ്ങേണ്ടത് നിങ്ങളെ ആദ്യാക്ഷരം ഞാൻ നേരത്തെ പഠിപ്പിച്ച ആ അക്ഷരം പഠിപ്പിച്ച ആ ടീച്ചറെയും ആ അധ്യാപകനെയും ആ ഉസ്താദിനെയും ആയിരിക്കണം. അവരിൽ നിന്നാണ് നിങ്ങളുടെ ജൈത്രയാത്ര തുടങ്ങിയതെന്നാ ഞാൻ പറയും. എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അവർക്കും ഇതേ പ്രാധാന്യമുണ്ട്. കൊണ്ടും എന്താ പറയുക, കൊണ്ടുമാണ് നിങ്ങൾ ഈ ഡോക്ടറും കളക്ടറും എഞ്ചിനീയറും ഒക്കെ ആയത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ക്ലാസ് ടെസ്റ്റ് നടത്തണം, ഹോംവർക്ക് നടത്തണം, ഓണം എക്സാം ഉണ്ട്, ക്രിസ്തുമസ് എക്സാം ഉണ്ട്, ഇയർലി എക്സാം ഉണ്ട്. ഇത് 1ാം ക്ലാസ് കഴിയണം. അതേ സാധനം 2ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യണം. അതേ സാധനം 3ലും 4ലും 8ലും 9ലും റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ആ സാധനത്തിന്റെ ഒരു ഫൈനൽ സാധനമാണ് 10ാം ക്ലാസ് നടക്കുന്നത്. എന്നാൽ മലയാളികളൊക്കെ ബുദ്ധിമാന്മാരാണ് എന്നാണ് വെപ്പ്. എന്നാ ഈ കുട്ടിയെ എന്തിനാ 9 കൊല്ലം ഈ ഡ്രസ്സും യൂണിഫോമും തീറ്റയും വാട്ടർ ബോട്ടിലും ബുക്കും ബാഗും വാങ്ങിയിട്ട് ഇങ്ങനെ പോറ്റുന്നത്? 10ാം ക്ലാസ്സിൽ SSLCയുടെ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരുന്നാൽ 9 കൊല്ലം വീട്ടിൽ പണിയെടുപ്പിച്ചിട്ട് 10ാമത്തെ കൊല്ലം കൊണ്ട് ഈ കുട്ടീനെ അങ്ങനെ ക്ലാസ് പോയി ചേർത്തിയാ പോരെ? ഈ സാധനം 10ാം ക്ലാസ് പഠിപ്പിച്ചാ പോരെ? ഈ കുട്ടീനല്ല ആ കുട്ടി. പക്ഷെ അത് നടക്കൂല. 10ാം ക്ലാസ് എന്ന് പറയുന്ന കടമ്പ കടക്കാനുള്ള പ്ലാനിങ് ആണ് ഈ കഴിഞ്ഞ 9 വർഷം നടന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കൊരു 5 വർഷമോ 8 വർഷമോ കഴിഞ്ഞ് നടക്കേണ്ട പ്ലാനിങ്ങിന്റെ പണിയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വലിയൊരു പാടാണ് അടുത്തത്. പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നല്ല പ്ലാനിങ് ഉള്ളവർ നല്ല മാർക്ക് വാങ്ങും, നല്ല വിജയം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാക്കി തരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. 4 കാര്യങ്ങളാണ് പ്ലാനിങ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. വാട്ട് ബി ഡൺ, എന്ത് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത പ്ലാനിങ് ഉണ്ടാക്കുന്ന ആൾക്ക് കിട്ടുന്നു. എന്ത് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത പ്ലാനിങ് ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്നു. 2ാമത് എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു വ്യക്തത പ്ലാനിങ് ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്നു. 3ാമത്തത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വ്യക്തത പ്ലാനിങ് ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്നു. 4ാമത് ആര് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത പ്ലാനിങ് ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്നു. ഇത് ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലയിലും നിങ്ങൾ എന്ത് പടുത്തുയർത്തുകയാണെങ്കിലും അതിന്റെ മുന്നിൽ വേണ്ട ഒരു കാര്യമാണ്. 4 കാര്യങ്ങളാണ്. 1, എന്ത് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത കിട്ടുന്നു.
2 എപ്പോൾ ചെയ്യണമെന്നുള്ളൊരു വ്യക്തത കിട്ടുന്നു. 3 എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വ്യക്തത കിട്ടുന്നു. 4 ആര് ചെയ്യണമെന്നുള്ളൊരു വ്യക്തത കിട്ടുന്നു. ഈ 4 കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ സംഭവം അടിച്ചു പൊളിച്ച് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് ഓടിക്കറ. എന്താ ചെയ്യേണ്ടത്? പുതുതായി വന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള അന്വേഷണത്തിലെത്തും. നിങ്ങളൊരു FSS പങ്കെടുക്കണം. അത് ചെയ്തു കഴിഞ്ഞാലോ നിങ്ങൾ ലിസ്റ്റ് മേക്ക് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം. കുറെ കാര്യങ്ങൾ അവിടെ കിട്ടും. എപ്പോൾ ചെയ്യണം അതിന് വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ഒന്ന ആൾ പറഞ്ഞു തരും. എങ്ങനെ ചെയ്യണം അതും പഠിപ്പിച്ചു തരും. ആര് ചെയ്യണം? സാറേ അത് പറഞ്ഞു കൊടുക്കുക. ആര് ചെയ്യണം? എല്ലാം അപ്ലൈൻ ചെയ്യണം. അങ്ങനെ പറഞ്ഞു കൊടുക്കി. ഈ മീറ്റിംഗ് കൊണ്ട് അപ്ലൈൻസിനെങ്കിലും കണ്ണുറക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, അപ്ലൈൻ അല്ല നിങ്ങളെ ബിസിനസ് കൊണ്ടോണ്ട്, ഡൗൺലൈൻസ് അല്ല നിങ്ങളെ ബിസിനസ് കൊണ്ടോണ്ട്. നിങ്ങളെ ബിസിനസ് കൊണ്ടുപോകേണ്ട ഒരേ ഒരാൾ ഈ ലോകത്തുള്ളത് അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ താരം. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ ബോസ്. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ തൊഴിലാളി. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ ഓണർ. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആള്. നിങ്ങളാണ് ഈ ബിസിനസ്സിലെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആള്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളാണ് ഈ ബിസിനസ്സിലെ ഇൻകം വാങ്ങുന്ന ആള്. നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈയും പണിയെടുക്കുക. നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ഒന്നിനും പണിയെടുക്കുക. നോ, അതല്ല. നിങ്ങൾ ചെയ്യേണ്ട ധർമ്മവും കർമ്മവും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് ഈ ലോകത്ത്? നിങ്ങൾക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ആരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഉമ്മ, പാപ്പ, മക്കള്, മോന്, മോള്? സാറേ ഞങ്ങൾക്ക് തെറ്റിയതൊന്നല്ല. എന്റെ ചങ്കിന്റെ ചങ്കായ കെട്ടിയവരാണ്, ഹസ്ബൻഡാണ്. റൈറ്റ്, കറക്റ്റാണ്. അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ടാവും. അതൊന്നുമല്ല, ഞാൻ കെട്ടിയ പെണ്ണാണ്, എന്റെ ഭാര്യയാണ്. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ ഭാര്യനെയും ഹസ്ബൻഡിനെയും മക്കളെ ഒക്കെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? അങ്ങനെ നമ്മളെല്ലാരും പൊതുവെ ചിന്തിക്കുക. എന്നാൽ ഇക്കയാണ്, സുമയ്യ മാഡം പറയാണ്, എന്റെ ഇക്കയാണ് എനിക്ക് ഏറ്റവും വലുത് എന്നാ പറയുന്നത്. ഓക്കെ, ഒരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സുമയ്യ മാഡത്തോട് പറയാണ്, നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ സുമയ്യ മാഡമാണ്, സുമയ്യ മാഡം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 1000 രൂപ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യാൻ കേട്ടോ. അത് എത്ര ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ ഇക്കാനെയും കൂട്ടിയിട്ട്, സുമയ്യ മാഡം ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, പോസ്റ്റർ വേണോട് പറഞ്ഞാണ്. നിങ്ങള് സുമയ്യ മാഡത്തിനോട് പിന്നെ ബഹളം വെക്കണ്ട. സുമയ്യ മാഡത്തിന്റെ ചിന്താഗതിയുള്ള ആള്. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. സുമയ്യ മാഡം ഇത്രേ ഉള്ളൂ. നിങ്ങള് ഈ ഇക്കാനെയും കൂട്ടി അല്ലെങ്കിൽ നിങ്ങളെ വാപ്പയും ഉമ്മയും കൂട്ടും കുടുംബം കൂട്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഈ ഒരു 1.5 കോടി ഉറുപ്പ്യ വിലയുള്ള ഒരു SLR ഒരു ക്യാമറ. ആ ക്യാമറയിൽ ഒരു ദിവസം ഒരു ഫോട്ടോയെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാനും സുമയ്യ മാഡവും നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര ചെയ്യുമ്പോൾ വലിയ എല്ലാവരും കൂടി 10-50 ആളുകൾ നിൽക്കുന്ന വലിയൊരു ഫോട്ടോ എടുത്തു. ഒറ്റ പ്രിന്റ് ആയിരുന്നു കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഫോട്ടോയാണ്. ഭയങ്കര ഹിറ്റ് ഫോട്ടോയാണ്. അപ്പൊ അതിനകത്ത് ഈ സുമയ്യ മാഡത്തിന്റെ ഇക്കയും കുടുംബമൊക്കെ ഉണ്ട്. ഫോട്ടോ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് തന്നു കഴിഞ്ഞാല് സുമയ്യ മാഡം ആദ്യം നോക്കുന്നത് ഈ ഇക്കയുടെ മുഖത്തായിരിക്കും. ആണോ? ആദ്യം നോക്കുന്ന ആരുടെ മുഖത്തായിരിക്കും? ആദ്യം നോക്കുന്ന മുഖം ആരാണോ അയാളാണ് നിങ്ങൾക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടപ്പെട്ട ആള് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി സുമയ്യ ഞാൻ ഇക്കാന്റെ മുഖം തന്നെയാണ് നോക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പാരൊക്കെ ഗൂഗിൾ ചെയ്യൂട്ടോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മളെയാണെങ്കിൽ, ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വേണ്ടത് നമ്മളാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആരാണ്? നമ്മുടെ അപ്ലയൻസും നമ്മുടെ ഡൗൺലൈൻസും ആണോ? അല്ല, നമ്മൾ തന്നെയാണ്. സെഫിനിസം വേണം പറയാണ് നമ്മുടെ പോഷകൻ. അപ്പോ വരുമാനം കിട്ടാൻ നമുക്കാണെങ്കിൽ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് കണക്ട് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ആരെ? ലീഡേഴ്സിനെയും അതുപോലെ തന്നെ അസോസിയേറ്റ്സിനെയും ഉപയോഗപ്പെടുത്തുക. എങ്ങാണ്ടോ പോകുന്ന നൂർഷേനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അത്ര തന്നെ. ഞാനിപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് ഇപ്പൊ 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാല് ഈ ഒരു ആവേശം കയറിയിട്ട് നിങ്ങളിപ്പോ നാളെ പോയിട്ട് 5000-ന് ഒരു 10 ആള് സാധനം വാങ്ങി, ഇല്ല 50 ആള് 100-1000 രൂപയ്ക്ക് സാധനം വാങ്ങിയാല് ഈ നൂർഷയുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും കിട്ടില്ല. എന്നാൽ ഈ അയ്യൂബ് സാറോ അല്ലെങ്കിൽ റെജിന മാഡം എന്നെ വിളിച്ച ഒരാൾ ഇന്നിപ്പോ രാവിലെ വന്നിട്ട് ഒരു ചായ പരിപ്പടി അതും വാങ്ങി തരൂല. പിന്നെ എന്താണ്? ഇതാണ് എന്തെന്ന് പരസ്പര സഹായം, എന്ത് ഒരു വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്റെ മീറ്റിങ്ങില് റെജിന മാഡം വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ സംസാരിച്ചിരുന്നു.
എന്റെ ടീമിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടായി. എന്തൊരു സന്തോഷാന്നറിയോ. പ്രജില മേഡത്തിന്റെ കാറ് വാങ്ങിയ കാര്യങ്ങളും പ്രവർത്തനത്തിന്റെ മികവും അതിന്റെ രീതിയൊക്കെ കേട്ടപ്പോ എന്റെ ടീമിലുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനം ഉൾക്കൊണ്ടു. അതേപോലെ എന്റെ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്ക് എന്നാ പിന്നെ ശരി ഒരു കിഡ്നീന്റെ മരുന്നെങ്കിലും വാങ്ങി നോക്കാന്ന് കരുതിയാൽ അതൊരു കാരണമല്ലേ. അപ്പൊ ആയതുകൊണ്ട് പ്ലാനിങ് എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലാനിങ് എന്ത് ചെയ്യുന്നു? ഒരു ദിശാബോധം ഉണ്ടാക്കി തരുന്നു. അടുത്ത ഒരു 5 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ദിശാബോധം കൂടി ഉണ്ടാക്കി തരികയാണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ലേ? ഈ ബിസിനസ് ചെയ്യുന്ന ആള് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഒരു അസ്വസ്ഥമായിട്ടാണോ കിടന്നുറങ്ങുന്നത്? നിങ്ങളൊരു 5 സ്ട്രെസ്സും കഴിക്കണ്ട. ഞാൻ ഈ പറഞ്ഞു തരുന്ന 4 പോയിന്റ് നോട്ട് ചെയ്തത്. 5 സ്ട്രെസ്സിനേക്കാൾ ഗുണമുള്ള ഒരു ക്യാപ്സ്യൂൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. 5 ചേർന്നൊരു ക്യാപ്സ്യൂള്. ആ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ് കഴിക്കണ്ട. അത് ഇതിൽ മാത്രമൊന്നല്ല കേട്ടോ, ഏതിലും. എൻ്റെ ഒരു കണ്ടുപിടുത്താണ്. അപ്പോ ആ കണ്ടുപിടുത്തം വിജയിക്കുകയാണെങ്കിൽ അതിന്റെ പാറ്റന്റ് നിങ്ങൾ എനിക്ക് തന്നെ തരണം. എന്താ? പ്ലാനിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അത് ഉണ്ടാക്കി തരുന്ന ബെനിഫിറ്റ് എന്താണ്? അത് ഉണ്ടാക്കി തരുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്? പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ, അതായത് ഒരു ദിശാബോധം, ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കും. ഒരു ഗതിയില്ലാത്ത അല്ലെങ്കിൽ തീരം അറിയാത്ത ഒരു കപ്പിത്താൻ ഒരു കപ്പൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കോമ്പസ്. കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മലയാളത്തിൽ നമ്മൾ പറയും വടക്ക് നോക്കി യന്ത്രം എന്ന്. ആ യന്ത്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഈ കപ്പൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് ആ കപ്പലെത്തും. ആ ഒരു കോമ്പസിന്റെ പ്രവൃത്തിയാണ് ആരെടുക്കുന്നത്? ഒരു പ്ലാനിങ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. 2, നമുക്ക് ചെയ്തൊരു പ്ലാനിങ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഒരു അസ്ഥിരത അല്ലെങ്കിൽ ഒരു ശൂന്യത ഇല്ല. ഒന്നുമില്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഞാനിപ്പോ ഇന്ന് രാവിലെ ഇന്നിപ്പോ ഈ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. എവിടുന്ന് തുടങ്ങണം എന്നറിയാത്ത ആളുകൾ ഉണ്ടാവും. എവിടുന്ന് തുടങ്ങണം എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്ലാനിങ്. ഇന്നലെ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഇന്ന് 10 മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, 2 മണിക്ക് ഇന്നത്തെ മീറ്റിംഗ് ഉണ്ട്, 4 മണിക്ക് അവിടെ ഒരു ഹോം മീറ്റിംഗ് ഉണ്ട്, 5 മണിക്ക് അവിടെ ഒരു പർച്ചേസ് ഉണ്ട്, 9 മണിക്ക് ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് തലേന്ന് രാത്രി കിടക്കുമ്പോ 5 സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. ഭയങ്കര സന്തോഷിക്കും. നാളെ രാവിലെ എഴുന്നേൽക്കാൻ ഒരു ആവേശം ഉണ്ടാവും, 10 മണിക്ക് പോകാൻ ഒരു ആവേശം ഉണ്ടാവും. എന്ത് രസാന്നറിയോ. ഇന്നത്തെ പ്ലാനിങ് 6 മണിക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യണം എന്നുള്ളത് എന്റെ പ്ലാനിങ്. അതുകൊണ്ട് 6 മണിക്ക് എണീച്ചു. ഇനി 7 മണിക്ക് എന്താണ് പ്ലാനിങ്? ഇന്ന് 11 മണിക്ക് എന്താ പ്ലാനിങ് എനിക്കുണ്ട്, 3 മണിക്ക് എന്താ പ്ലാനിങ് എന്ന് എനിക്കുണ്ട്. വളരെ രസമായിരിക്കും. പ്ലാനിങ് ഉണ്ടാക്കിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ബിസിനസ്സിന് മാത്രമൊന്നല്ല, നിങ്ങൾ നാളെ ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും നിങ്ങൾ 3 ആള് ടൂർ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചിട്ട് അല്ല ഇന്നല്ല ടൂർ പോകേണ്ടത്, എല്ലാ വണ്ടി വിളിച്ചിരുന്നോ? ഞാൻ വിചാരിച്ചു ഇജ്ജ് വിളിച്ചെന്ന്. ഞാൻ വിചാരിച്ചു ഇജ്ജ് വിളിച്ചെന്ന്. ഡ്രസ് ഇന്നലെ എടുത്തിട്ടില്ല. അപ്പൊ അതോ പാസ്പോർട്ട് 8 മണിക്ക് പോകണോ? എങ്ങനെ ഉണ്ടാവും ആ ടൂറിന്റെ തലേത്തെ ദിവസം? ഇതാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഗുണം. എന്നാൽ ഒരു ടൂർ പോകുന്നവർ ഒരു 3 ദിവസം മുന്നേ പ്ലാനിങ് ആയിട്ട് തലേന്ന് രാത്രി എല്ലാം സെറ്റായിട്ട് കടന്നുറങ്ങിയുണ്ടല്ലോ, എന്ത് രസമെന്നറിയാം. കടന്നുറക്കലിന് നല്ല രസമായിരിക്കും, ഉറക്കം വരെ വരില്ല. അപ്പൊ അതാണ് പ്ലാനിങ് കൊണ്ട് ശൂന്യത ഇല്ലാതാക്കുന്നു. 3-മത്തത് പ്ലാനിങ് പ്രൊവൈഡഡ് ഇന്നോവേഷൻസ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതുമയുള്ള ഐഡിയ ഉണ്ടാക്കാൻ പ്ലാനിങ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. അതെങ്ങനെയാ സാറേ പ്ലാനിങ് ഗുണം ചെയ്യുന്നത്? എനിക്കിന്ന് ബാലുശ്ശേരിയാണ് വർക്ക്. പ്ലാനിങ് ചെയ്തു. പുതിയ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നോവേഷൻ പുതിയ ഐഡിയ സിദ്ധാന്തം ഉണ്ടാക്കാനല്ല. അപ്പൊ നിങ്ങൾ നേരെ പ്ലാനിങ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? നിങ്ങൾ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. 2 മണിക്കാണ് അവിടെ വർക്ക്. നിങ്ങൾ നല്ലൊരു പ്ലാനർ ആണെങ്കിൽ ബാലുശ്ശേരി പോകാൻ നേരത്ത് ഇന്ന് എന്തായാലും ബാലുശ്ശേരി പോകണം, അപ്പൊ ബാലുശ്ശേരിയിൽ എനിക്ക് വേറെ 3 ആൾക്കാരും കൂടി ഉണ്ട്, സമയം ഉണ്ടെങ്കിൽ ഓരോന്ന് കാണാം എന്ന് കരുതിയിട്ട് തലേന്ന് അവരെയൊക്കെ ഒന്ന് വിളിച്ച് പിറ്റേന്ന് 2 മണിക്ക് അവിടെ എത്തുമ്പോൾ 2 മണിക്ക് നിങ്ങൾ പോയ വർക്ക് നടന്നില്ല. യാദൃശ്ചികമായിട്ട് നിങ്ങൾ പോയ ആള് എങ്ങോട്ടോ ഹോസ്പിറ്റലിലേക്ക് എങ്ങോട്ടോ പോയി നടന്നില്ല. എന്താ ചെയ്യാ? വീണ്ടും ശൂന്യതയാണ്. അപ്പൊ പുതിയൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാ ബാലുശ്ശേരി വേറെ 3 പേരുണ്ടല്ലോ, ഏതാണ്ട് 2 മണിക്കൂർ ഈ സമയത്തിന് കൊടുത്താ ഈ 3 പേരൊരു ഹോം വിസിറ്റ് അങ്ങ് ചെയ്ത് കളയാം. അതാണ് പുതിയൊരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറുന്നത്. അപ്പൊ പുതിയ ഇന്നോവേഷൻ നടക്കും. മീറ്റിംഗ് ചെയ്യണമെന്ന് തോന്നും. ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്, പുതിയൊരു ഇന്നോവേഷനാണ്. ഈ ടീമിന്റെ ഒരു പുതിയ ഇന്നോവേഷനാണ് പുതുമയുള്ള ഐഡിയ ഉണ്ടാവുക എന്ന് പറയുന്നത്. 3-മത്തെ കാര്യം എന്താണ്? പുതുമയുള്ള ആശയം ഉണ്ടാക്കാൻ പറ്റുന്നു. 4-മത്തെ കാര്യം എന്താണ്? അനിശ്ചിതത്വം ഇല്ലാതാക്കുന്നു.
അനിശ്ചിതത്വം എന്ന് പറഞ്ഞാല് ഈ ചില ചുഴിയിൽ ഇങ്ങനെ പെട്ടിട്ട് ചില കടലാസ് അല്ലെങ്കിൽ ചില ഇലകള് ആ ചുഴിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പുഴയിൽ നിന്ന് അധികം നന്നായിട്ട് ഒഴുകുന്നുണ്ടാവും. ആ ഒഴുക്കിൽ കുറെ സാധനം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും. അത് ചില ചുഴിയിൽ പെട്ടിട്ട് അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മള്? ആ ചുഴിയിൽപ്പെട്ട കടലാസിനെ പോലെ അല്ലെങ്കിൽ ഒരു ഇലയെ പോലെ ഇങ്ങനെ ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന നമ്മളുണ്ടാവും ഈ ബിസിനസ്സിൽ. എല്ലാവരും ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അച്ചീവ്മെന്റ്സ് ആയി പോകുമ്പോ നമ്മൾ മാത്രം അല്ലെങ്കിൽ സിൽവർ 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 എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോലെടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ചുഴി അങ്ങ് കേടുവരുത്തിയിട്ട് അതിനൊന്ന് ഇളക്കി അങ്ങ് വിട്ടാൽ മതി. പിന്നെ പറഞ്ഞങ്ങനെ പോയിക്കോളും. അത് ഈ പ്ലാനിങ്. ആ ചുഴിപ്പെട്ട ആള് നിർബന്ധമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞപാട് എന്നിട്ട് ചോറ് ചായ കുടിക്കാൻ പോയാൽ മതി. പ്ലാനിങ് ഉണ്ടായിക്കോളെ. നല്ല രസാ. പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചുഴിന്ന് പുറത്തിയാടും. അപ്പോ പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് എന്നാ പറയാ. ഓവർലാപ്പ് ചെയ്യുക, ആ സാധനത്തിനെ റെഡ്യൂസ് ചെയ്യും, ഇല്ലാതാക്കും. എന്ത്? പ്ലാനിങ്. പിന്നെ അഞ്ചാമത്തെ സാധനം പ്ലാനിങ് പ്രൊവൈഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. എന്ത്? പ്ലാനിങ്, ആസൂത്രണം. അപ്പോ പ്ലാനിങ് നമുക്ക് ജീവിതത്തിൽ അനിവാര്യമാണ്. ആ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാ ദൈവം തമ്പുരാനും എല്ലാവരും നമുക്ക് ശക്തമായ പ്ലാനിങ് തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടതായിരിക്കും ഒരു ഒട്ടകവും കുഞ്ഞും തമ്മിലുള്ള ഒരു കഥ. ഒട്ടകം പറഞ്ഞു, ഒരു ഒട്ടകവും ആ ഒട്ടകത്തിന്റെ കുഞ്ഞും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുഞ്ഞു ചോദിച്ചു ഒട്ടകത്തിനോട്, അല്ല അമ്മേ, നമുക്ക് എന്തിനാ ഈ പുറത്ത് വലിയ പൂഞ്ഞ് തന്നേക്കുന്നേ? ഈ പുറത്ത് വലിയ ഈ മുഴ തന്നിരിക്കുന്ന എന്തിനാ? അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, അത് നമ്മൾ ഇങ്ങനെ മരുഭൂമി കൂടെ നടന്നു പോകുമ്പോ അവിടെ കിണറ്, കുളം, പുഴയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ദിവസങ്ങളൊക്കെ നടന്നു പോകേണ്ടി വരും. ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ നമുക്ക് വെള്ളം കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് വെള്ളം ശേഖരിച്ച് വെക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാങ്ക് പടച്ചുണ്ടാക്കി തന്ന വേറെ ഒരു മൃഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് മാത്രം തന്നിട്ടുള്ളൂ. അൽഹംദുലില്ലാ, സന്തോഷായി. ആഹാ, അതുകൊണ്ടാ നമ്മളെ പുറത്ത് ഇങ്ങനെ അല്ലേ? ആടാ, അങ്ങനെ തന്നെയാ. സന്തോഷായി. അത് കഴിഞ്ഞിട്ട് വെച്ചു, എന്തിനാ അമ്മേ നമ്മുടെ കണ്ണിന്റെ ഇമകൾക്ക് പീരിക്ക് ഭയങ്കര നീളം തന്നിരിക്കുന്നേ? അമ്മ പറഞ്ഞു, അതോ, നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ മരുഭൂമി കൂടെ അല്ലേ നമ്മൾ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര പൊടിക്കാറ്റും ഇങ്ങനെ അടിക്കും. അത് കണ്ണിൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു അരിപ്പ പോലെ ഇങ്ങനെ പടച്ച് നമുക്ക് മാത്രം തന്നൊരു അനുഗ്രഹമാണ്. ആണോ? അത് ശരി, അടിപൊളിയില്ലേ? മറ്റുള്ള ആർക്കും ഇല്ല? അല്ല, കാരണം അവര് മരുഭൂമി കൂടെ പോകുന്നില്ലല്ലോ. ഇല്ല. അല്ല അമ്മേ, നമ്മളെ തൊട്ടടുത്തുള്ള ആ കുതിരക്കും കഴുതക്കും പശുവിനൊക്കെ കാലിന് കുളമ്പാണല്ലോ. നമുക്ക് എന്തായി കുളമ്പ് തരാത്തെ? നമ്മളെ കാലിങ്ങനെ ഈ പരന്നിട്ടാണല്ലോ, കാലിന്റെ പാദം ഇങ്ങനെ ഒരു പരന്നിട്ടാണ്. അതെന്തിനാ? ഈ മരുഭൂമി കൂടിയാണല്ലോ മോനെ നമ്മൾ പോകുന്നത്. അപ്പൊ മരുഭൂമിയിൽ കുളമ്പാണെങ്കിൽ താഴ്ന്നു നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവും. ഇതാ മണലിന്റെ മേലെ ഇങ്ങനെ തെറ്റായിരുന്നു, നമുക്ക് വേഗം സുഖമായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് മാത്രം അങ്ങനെ. മരുഭൂമി കൂടി അല്ലേ യാത്ര? എന്താ ഈ വിചാരിച്ചത്? ആണോ? അടിപൊളിട്ടോ, നമ്മളെ കാര്യം നല്ല സൂപ്പറാണ് കേട്ടാ. അങ്ങനെ ഈ കുഞ്ഞു ചോദിച്ചു, അല്ല അമ്മേ, നമ്മളെപ്പോഴാ ഈ മരുഭൂമി കൂടെ ഒന്ന് പോവുക? അപ്പൊ ഒട്ടകം പറഞ്ഞു, അതിന് ഇതിന്റെ മുതലാളി വിചാരിക്കണം. ഈ മൃഗശാലന്റെ മുതലാളി വിചാരിച്ചു കൂടെ എപ്പോഴാണോ തുറന്നു തരുന്നത് അന്നാ നമ്മക്ക് ഈ മരുഭൂമി കൂടെ പോകാൻ പറ്റുള്ളൂ. ആ കൂട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കഥയും പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ കൂട് തുറന്ന് ഇറങ്ങിയാലാണ് നമുക്ക് വേണ്ട. അതിന് നമ്മളെ മുതലാളി വിചാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ കഴിവുകളും ഇത്രയും വലിയ സെറ്റപ്പും പടച്ചോൻ നമുക്ക് തന്നിട്ട് നമ്മളൊരു കൂട്ടിൽ അങ്ങനെ ഇരിക്കുക. ആ ഒട്ടകത്തിന്റെ കുഞ്ഞിനെയും കൂട് തുറന്നു വിടാൻ അതിന്റെ മൃഗശാലന്റെ ഉടമ വിചാരിച്ചാൽ മതി. ഇവിടെ നമ്മളാകുന്ന ഒട്ടകത്തിനെ നമ്മൾ തന്നെ ഒരു കൂട്ടിലിട്ട് പൊക്കിയേക്കുക. അതിന്റെ മുതലാളി നമ്മൾ തന്നെയാ. അപ്പോൾ ആ കൂട് തുറക്കാനുള്ള താക്കോല് നമ്മളെ കയ്യിൽ തന്നെയാ ഉള്ളത്. അത് തുറന്നു വിട്ടാല് ഈ മരുഭൂമി കൂടെ യാത്ര ചെയ്ത് നമുക്ക് അപ്പോഴത്തെ വിജയത്തിന്റെ ചരിത്രം നേടാൻ വേണ്ടിയിട്ട് ചക്രവാള സീമകളും താണ്ടി ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ ശക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഇറങ്ങിത്തിരിക്കുവാൻ ഇന്നത്തെ ഈ മോർണിംഗ് മീറ്റിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്.